إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യന് അല്ലാഹു അനേകം സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും നൽകിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് സ്വന്തമായി ചിന്തിച്ചു നോക്കിയാൽ പലതരത്തിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച്, നമ്മൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കാൻ നമുക്ക് കഴിയും. സാമ്പത്തികമായ സൗകര്യങ്ങൾ അത് വളരെ വിലപ്പെട്ടതാണെന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത്. അത് വലിയൊരു അനുഗ്രഹവും ഒരു സൗകര്യവും തന്നെയാണ്. നല്ല ഗാർഹിക അന്തരീക്ഷം, വീട്ടിൻ്റെ അന്തരീക്ഷം, സമാധാനപരമായി ജീവിക്കാവുന്ന സാമൂഹിക സാഹചര്യം, നല്ല ആരോഗ്യാവസ്ഥ, അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്കൊക്കെ പടച്ചവൻ നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. നമ്മളതൊക്കെ വളരെ വിലപ്പെട്ടതായിട്ടാണ് കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? സമ്പത്ത് ഒരു അനുഗ്രഹമാണ്, പരീക്ഷണമാണ്. കുടുംബവും സൗകര്യവും സാഹചര്യങ്ങളും ഒക്കെ അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളുമാണ്. പക്ഷെ നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും വിലപ്പെട്ടത്, വിലമതിക്കാനാവാത്ത അനുഗ്രഹം ഏതാണ്? അതൊരൊറ്റ വാക്കിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹിദായത്ത്, ദീനിലേക്കുള്ള ഹിദായത്ത് നമ്മൾക്ക് ലഭിച്ചു അല്ലെങ്കിൽ ലഭിക്കുന്നു എന്നതാണ്. ഈമാൻ ലഭിക്കുന്നു, ഹിദായത്ത് ലഭിക്കുന്നു. ആ ഹിദായത്തിനേക്കാൾ വിലമതിക്കാവുന്ന ഒന്നും ലോകത്ത് നമ്മൾക്ക് നേടാനില്ല, ലഭിക്കാനുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഭൗതികമായ സമ്പത്ത്, സൗകര്യങ്ങളൊക്കെ, ആരോഗ്യം, ജോലി, ഉദ്യോഗം, ശമ്പളം, വരുമാനം, ഇതൊക്കെ നമ്മൾക്ക് ലഭിച്ചിട്ടും ഹിദായത്ത് ലഭിക്കുന്നില്ല എങ്കിൽ
നമ്മളുടെ ജീവിതം കനത്ത നഷ്ടത്തിലാണ്. ഒരു നേട്ടവും ലഭിക്കാത്തവനെ പോലെയാണ്. ഇതൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ഹിദായത്ത് ലഭിച്ചാലോ നമ്മൾ 100% വിജയികളായി മാറുകയും ചെയ്യും. ഈ അനുഗ്രഹത്തിന്റെ വലുപ്പം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ നോക്കൂ, പള്ളിയിൽ ഇരിക്കുകയാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. മറ്റു പലരും ഈ പള്ളിയിലല്ല ഉള്ളത്, അല്ലെങ്കിൽ പള്ളിയിൽ വരാത്ത, ജുമഅക്കെത്താത്ത ഒരുപാട് ആളുകൾ ലോകത്തെമ്പാടുമുണ്ട്. എന്താണ് നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരാൻ പ്രേരിപ്പിക്കുന്നത്? നമുക്ക് അള്ളാഹു നൽകിയൊരു ഹിദായത്താണത്. ആ ഹിദായത്തിന്റെ വെളിച്ചം നമ്മളുടെ കൽബുകളിലൊക്കെ ബാക്കി നിൽക്കുന്നു, ഏറിയ തോതിലും കുറഞ്ഞ തോതിലും. ആ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ പള്ളിയിൽ വരുന്നത്, ഖുതുബ കേൾക്കുന്നത്, ജുമഅ നമസ്കരിക്കുന്നത്. ആ ഹിദായത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മളുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഹിദായത്ത് നമ്മൾക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? നമ്മൾ ഈ നാൽക്കാലികളൊക്കെ മേഞ്ഞു നടക്കുന്നത് പോലെ ആ കൂട്ടത്തിൽ ഒരു ഇരുകാലിയായിട്ട് നമ്മളിങ്ങനെ നടക്കും. ഒരു വ്യത്യാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മളെ മനുഷ്യനാക്കി നിർത്തുന്നത്, നമ്മളെ നല്ലവരാക്കി നിർത്തുന്നത്, നമുക്ക് ജീവിതത്തിൽ വല്ലാത്തൊരു മനസ്സമാധാനം നൽകുന്നത് ഈ ഹിദായത്ത് നമ്മൾക്ക് ലഭിച്ചത് കൊണ്ട് മാത്രമാണ്. നമ്മൾ ആരും അഹങ്കരിക്കരുത്. നമ്മളുടെ യോഗ്യത കൊണ്ടാണ് ഇതൊക്കെ കിട്ടുന്നത് എന്ന് അല്ല. നമ്മൾ ശാന്തമായിട്ട് ഒഴിഞ്ഞിരുന്ന് ആലോചിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. ഒന്ന് ഒഴിഞ്ഞിരുന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന, നമ്മുടെ കൂടെ പഠിച്ച, സ്കൂളിലും കോളേജിലും മറ്റു തലങ്ങളൊക്കെ പഠിച്ച ആളുകൾ, ഇപ്പോഴും നമ്മളുടെ കൂടെ ജോലിയും ഉദ്യോഗവും മറ്റു മേഖലകളിലുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, നമ്മൾ നിത്യേന ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള മനുഷ്യന്മാർ, ഇവർക്കാർക്കും അള്ളാഹു നൽകാത്ത, ഇവർക്കാർക്കും ലഭിച്ചിട്ടില്ലാത്ത ഹിദായത്ത് എന്ന് പറയുന്ന അനുഗ്രഹം പടച്ചോൻ നമ്മൾക്ക് നൽകിയല്ലോ. നമ്മൾക്ക് എന്ത് യോഗ്യതയുള്ളത് അത് നൽകപ്പെടാൻ? അള്ളാഹുവിന്റെ കാരുണ്യം മാത്രമാണ്. അതിന് നമ്മൾ എത്ര സ്തുതിച്ചാലും, അള്ളാഹുവിന് എത്ര സുജൂദ് ചെയ്താലും മതിയാത്തൊരു കാര്യമാണ് അള്ളാഹു നമ്മളെ ഹിദായത്തിലാക്കി, സന്മാർഗത്തിലാക്കി എന്നുള്ളത്. അത് വിശുദ്ധ ഖുർആൻ നമ്മളുടെ മുമ്പിൽ പറയുന്നൊരു കാര്യമാണ്. ഈ ഹിദായത്ത് ലഭിച്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല രീതിയിൽ അത് പരിചരിച്ച് ശ്രദ്ധിച്ചു കൊണ്ട് നടന്നിട്ടില്ലെങ്കിൽ അതിങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്യും തിരിച്ച്. നമ്മൾ ഹിദായത്തിലാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ നമസ്കരിക്കുന്ന വിഭാഗത്തിലൊക്കെ ചെയ്യുന്നത്. അത് നമ്മൾ അതിന്റെ രൂപത്തിൽ തന്നെ പരിചരിച്ചു കൊണ്ട് നടന്നില്ലെങ്കിൽ നമ്മുടെ ഹിദായത്ത് നഷ്ടപ്പെടും, ഈമാൻ നഷ്ടപ്പെടും. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതങ്ങോട്ട് പുറത്തേക്ക് പോകും. അത് ഖുർആനും ഹദീസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് വിശ്വാസം ഏറുകയും യസീദ് വയൻഖുസ്, കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. പക്ഷെ പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് കുടഞ്ഞെറിഞ്ഞതുപോലെ പുറത്തേക്ക് പോയാലോ നമ്മൾ അവിശ്വാസികളായി മാറും, നരകത്തിലേക്കുള്ള ഭാഗം മാറും. നമുക്ക് ഖുർആൻ വിശ്വാസികളുടെ ഒരു പ്രാർത്ഥന നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, റബ്ബനാ ലാ തുസി ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. നോക്കൂ, ആ പ്രാർത്ഥന എന്താണ്? ഞങ്ങളുടെ നാഥ, നോക്കൂ, റബ്ബിനെ വിളിച്ച് നമ്മൾ പറയുന്ന തേട്ടം അതാണ്. ലാ തുസി ഖുലൂബനാ, ഞങ്ങളുടെ കൽബുകളെ, മനസ്സുകളെ നീ മാറ്റിക്കളയരുതേ. ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്കൊക്കെ ഹിദായത്ത് നൽകിയതിന് ശേഷം ഞങ്ങളെ സന്മാർഗത്തിലാക്കി നീ. നോക്കൂ, നമ്മളെ സന്മാർഗത്തിലാക്കി എന്നുള്ളത്, നോക്കൂ, നമ്മളൊരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. അതിനൊരു മഹാഭാഗ്യമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ആ കുടുംബത്തിലൊക്കെയാണ് ജനിച്ചതെങ്കിൽ നമ്മളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഇതിലേക്ക് വരാൻ വല്ല സാധ്യതയുണ്ടാവുമോ? വളരെ വിരളമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അങ്ങനെ എത്രയോ ആളുകൾ അവിടേക്ക് നിൽക്കുന്നുണ്ടല്ലോ. നമ്മളെ ഇതിൽ ജനിപ്പിച്ചു, ഈ കുടുംബത്തിൽ ജനിപ്പിച്ചു, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിപ്പിച്ചു.
നമ്മൾക്ക് തൗഹീദും ദീനും ഒക്കെ മനസ്സിലാക്കി തന്നു എന്ന് പറയുന്നത് മഹാസൗഭാഗ്യമാണ്. ആ ഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ പറയുന്നത് ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഞങ്ങൾക്ക് സന്മാർഗം നൽകിയതിന് ശേഷം പടച്ചോനെ ഞങ്ങളെ മനസ്സുകളെ നീ തെറ്റിച്ച് കളയരുതേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. നിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണേ. നീ ഇഷ്ടം പോലെ കൊടുക്കുന്നവനാണ്, വഹാബാണ്, ഇഷ്ടം പോലെ കൊടുക്കുന്നവനാണ് നീ എന്നാണ്. അതാണ് നമ്മുടെ പ്രാർത്ഥന. ഈ കിട്ടിയ ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മൾ 5 നേരം നമസ്കരിക്കുന്നു. ആ നമസ്കാരത്തിൽ തന്നെ നമ്മൾ 5 നേരത്തെ ഓരോ റക്അത്തിൽ നടത്തുന്ന ഒരു പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആദ്യത്തെ വരി എന്താണ്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ശരിയായ ചൊവ്വായ മാർഗത്തിൽ നീ ഞങ്ങളെ ആ മാർഗത്തിൽ നീ ഞങ്ങളെ നടത്തണേ, ഹിദായത്ത് അതിലാക്കണേ ഞങ്ങളുടെ ജീവിതം എന്നാണ്. നമുക്ക് ഹിദായത്ത് കിട്ടിയവരാണല്ലോ ഇത് പ്രാർത്ഥിക്കുന്നത്, ഹിദായത്ത് കിട്ടിയവരാണ് നമസ്കരിക്കുന്നത്, അവരാണ് 5 നേരം വീണ്ടും വീണ്ടും ഓരോ റക്അത്തിലും പറയുന്നു ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിൽ ഞങ്ങളെ നീ നടത്തണേന്ന്. അതെന്തിനാ പിന്നെ പ്രാർത്ഥിക്കുന്നത്? ഈ കിട്ടിയ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. അത് ആവർത്തി വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത് കിട്ടിയ ഹിദായത്ത് നമ്മൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഈ ദീനിന്റെ പരിധിയിൽ നിന്ന് തരുമ്പ് നമ്മൾ പുറത്തു പോകാൻ പാടില്ല. ഈ ഹിദായത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ പലപ്പോഴും നടത്തുന്ന ഒരു പ്രാർത്ഥന, നമസ്കാരത്തിന്റെ അവസാനത്തിലും ഒക്കെ നടത്തിയിരുന്ന ഒരു പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, എന്റെ മനസ്സിനെ നിന്റെ ദീനിൽ തന്നെ നീ ഉറപ്പിച്ചു നിർത്തണേ. മനസ്സ്, കൽബ്, ആ വാക്ക് ധ്വനിപ്പിക്കുന്നത് പോലെ മാറി മറിയുന്നതാണ്. കൽബ് എന്ന് പറഞ്ഞ വാക്കർത്ഥം തന്നെ അതാണ്, ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. രാവിലെ ഉണ്ടായിരുന്ന ഒരു നിലപാട് വൈകുന്നേരമാകുമ്പോഴേക്കും മാറും. സന്ദർഭത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടിക്കളിക്കും മനസ്സ്. അത് ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ലയിലേക്ക് ചാടും, അത് ഇങ്ങോട്ടും ചാടും താഴൊക്കെ. അതാണ് മനസ്സ്, അതാണ് കൽബ്. ആ വാക്ക് അങ്ങനെയാണ്. ആ കൽബിനെ ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ചാടി പോവാതെ നമ്മുടെ മതത്തിൽ തന്നെ, ഹിദായത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക. നമ്മളുടെ ഹിദായത്തിനെ അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം എന്ന് നൽകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു അബൂ ത്വാലിബ്. മുസ്ലിം അല്ല അദ്ദേഹം, പക്ഷെ റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ. മുസ്ലിം അല്ലാത്ത ആ മനുഷ്യൻ റസൂൽ ഇഷ്ടപ്പെട്ട, അഹബ്ബ ഖുർആൻ ഉപയോഗിച്ച വാക്ക് നീ സ്നേഹിക്കുന്ന ആ മനുഷ്യൻ എന്നാണ്. ആ സ്നേഹിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനെ ഒരുപാട് രംഗത്ത് സഹായിച്ച മനുഷ്യനാണ്. മുസ്ലിം അല്ല, നല്ല നിലക്ക് മക്കയിലെ 10 വർഷത്തോളം, നബി ആയതിനുള്ള ആദ്യത്തെ 10 വർഷം ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രൊട്ടക്ട് ചെയ്തിരുന്നത് ഒന്ന് അബൂ താലിബ് ആയിരുന്നു, മുസ്ലിം അല്ലാത്ത. അബൂ താലിബിന്റെ പേരക്കുട്ടി, അബൂ താലിബിന്റെ മകൻ എന്ന രീതിയിൽ അറിയപ്പെട്ടത് കൊണ്ട്, ഖുറൈശ് എന്ന നിലയിൽ അറിയപ്പെട്ടത് കൊണ്ട് ഒരുപാട് സംരക്ഷണം ആ അക്രമികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ നോക്ക്, ആ മൂത്താപ്പാന്റെ സഹായമൊക്കെ അനുഭവിച്ച റസൂലുള്ളാഹിക്ക് അദ്ദേഹത്തെ ഹിദായത്തിലാക്കാൻ കഴിയുന്നില്ല. പറഞ്ഞു കൊടുക്കാൻ കഴിയും. അത് അള്ളാഹു നൽകുക തന്നെ വേണം. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി അദ്ദേഹത്തെ സമീപിച്ച് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉഹജ്ജു ലക ഇൻദല്ലാഹ്. മുതബ, നിങ്ങൾ ലാ ഇലാഹ എന്ന് ചൊല്ലി എനിക്ക് അള്ളാഹുവിനോടൊന്ന് പറഞ്ഞു നോക്കാലോ എന്ന്. നമുക്ക് റസൂലാണ്, പക്ഷെ ഹിദായത്താക്കി കൊടുക്കാൻ കഴിയില്ല. പറഞ്ഞു കൊടുക്കാനേ കഴിയുള്ളൂ, എത്തിച്ചു കൊടുക്കാനേ കഴിയുള്ളൂ. നിങ്ങളൊന്ന് ലാ ഇലാഹ എന്ന് ചൊല്ലിയാൽ ഞാൻ അള്ളാഹിനോടൊന്ന് പറഞ്ഞു ലാ ഇലാഹ ചൊല്ലിയെന്നെങ്കിലും പറയാലോ എന്നാ. പക്ഷെ അദ്ദേഹം ഈ മതം സത്യമാണെന്ന് അംഗീകരിച്ചു, ഒക്കെ ശരിയാ, പക്ഷെ ലാ ഇലാഹ എന്ന് ചൊല്ലില്ല.
അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, വല്യപ്പ അബ്ദുൽ മുത്തലിബിന്റെ വഴിക്ക് തന്നെ എന്നാണ് അങ്ങോട്ട് മരിച്ചു. നമുക്ക് റസൂൽ കരഞ്ഞുപോയി. ആ മൂത്താപ്പ മുസ്ലിം ആകാത്തതിന് റസൂൽ കരഞ്ഞു. കരഞ്ഞിറങ്ങി പോരുമ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. നബിയെ, താങ്കൾ ഉദ്ദേശിക്കുന്ന ഒരാളെ സന്മാർഗത്തിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല. വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ. അള്ളാഹ് ആർക്ക് ഹിദായത്ത് കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നോ അവന് ഹിദായത്തേക്ക് വരുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് പടച്ചവനോട് ചോദിക്കണം. ആ പടച്ചവനോട് തേടണം, ഹിദായത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എല്ലാ ദിവസവും നമ്മൾ ഓരോ നേരം നമസ്കാരത്തിനും ഓരോ റക്അത്തിനും ഏതൊക്കെ നമസ്കാരം ഉണ്ടോ അതിലൊക്കെ ഫാത്തിഹ ഉണ്ട്. ഏത് തരം മയ്യത്ത് നിസ്കാരത്തിലും ഗ്രഹണ നമസ്കാരത്തിലും ഒക്കെ ഉണ്ട്. അവിടൊക്കെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിയിൽ ഞങ്ങൾ നീ നടത്തണേ എന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയാണ് നമ്മൾക്കൊരു ഉന്മേഷവും ആശ്വാസവും നൽകുന്നത്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ കാര്യം കഴിഞ്ഞു. വിശുദ്ധ ഖുർആന്റെ ഒരു വാക്ക് നോക്കുമ്പോൾ, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ആരുടെയെങ്കിലും മനസ്സിന്, ആരുടെയെങ്കിലും ഹൃദയത്തിന് അള്ളാഹു ഇസ്ലാം സ്വീകരിക്കാനുള്ള വിശാലത നൽകിയാൽ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ തന്റെ നാഥന്റെ പക്കൽ നിന്നുള്ള പ്രകാശത്തിലാണ് ഉണ്ടാകുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ നൂർ, പ്രകാശം. ഇസ്ലാം ലഭിച്ച മനുഷ്യന് അള്ളാഹുവിന്റെ പ്രകാശം ലഭിച്ചുകൊണ്ടേയിരിക്കും. അവനെ പോലെ അല്ല മറ്റുള്ള ആരും എന്നാണ്. ആ ഫമൻ അവനെ പോലെയാണോ? അല്ല, മറ്റാരും അവനെ പോലെ അല്ല. എന്ത് യോഗ്യതയും മഹത്വവും സ്ഥാനമാനങ്ങളും നമ്മൾ കൽപ്പിച്ചാലും മനസ്സിനകത്ത് ഈമാന്റെ പ്രകാശം നൂറുള്ള ഒരു മനുഷ്യനെ പോലെ അല്ല ആരും. അയാൾ അനുഭവിക്കുന്ന മാനസിക സുഖം, സന്തോഷം മറ്റാർക്കും ലഭിക്കില്ല. അത് ആരെയും ബോധ്യപ്പെടുത്താനും കഴിയില്ല. അത് അറിയുമായിരുന്നുവെങ്കിൽ എല്ലാ ആളുകളും ഇസ്ലാമിലേക്ക്, ഈ ഹിദായത്തിലേക്ക് വരുമായിരുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നത്, ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അകന്നുപോയ കടുത്ത മനസ്സുകളുണ്ടല്ലോ, അവർക്ക് നാശമാണ്. നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ മനസ്സിലേക്ക് കയറി വരുന്നില്ല. അത്ര കടുത്തുപോയ മനസ്സ്. ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. ഖസ്വത്തുൽ ഖുലൂബിന് കാലദൈർഘ്യം കൊണ്ട് സംഭവിക്കും. കുറെ കാലതാവുമ്പം അങ്ങനെ മടുപ്പ് വരുന്നുണ്ട്. ജീവിക്കുന്ന ചില സാഹചര്യങ്ങൾ, നമ്മളുടെ മനസ്സിൽ ചെന്ന സ്വാധീനങ്ങൾ അള്ളാഹുവിന്റെ സ്മരണയിൽ നമ്മൾ അകറ്റുന്നുണ്ട്. നമ്മൾക്ക് അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച കുറെ ഇബാദത്തുകളുണ്ട്. അതിൽ വീഴ്ച വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഇല്ലാതായി പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ദിക്റുള്ള നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ഭയങ്കര നഷ്ടമാണ്. ഉലൈക ഫീ ളലാലിൻ മുബീൻ. അവർ ഏറ്റവും വ്യക്തമായ വഴികേടിലാണ്. അള്ളാഹു നമ്മൾക്ക് ഹിദായത്ത് നൽകി, മനസ്സിന് ആ പ്രകാശം നൽകി എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായിട്ട് ഒന്നുമില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ, ആ മനുഷ്യൻ ഈമാന്റെ വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിച്ചവനാണ് എന്നാണ്. ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഈമാൻ ഉണ്ട് എന്നല്ല, ഈമാൻ ഉള്ളതിന്റെ ഫലമായിട്ട് അയാൾക്ക് അനുഭവപ്പെടുന്ന മനസ്സിന്റെ മധുരം അവർണ്ണനീയമാണ്. ഈമാൻ ഉള്ള ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന മനസ്സിന്റെ മധുരം ഉണ്ടല്ലോ, അത് അവർണ്ണനീയമാണ്. ആർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. നല്ല ഈമാൻ, ശരിയായ വിശ്വാസം, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ചില സന്ദർഭങ്ങളിലൊക്കെ അനുഭവിക്കുന്ന വല്ലാത്തൊരു അനുഭൂതിയുണ്ട്. ഈമാൻ നൽകുന്ന അനുഭൂതിയാണ്. അതാരാണ് ആ അനുഭൂതി ലഭിക്കുന്ന ആള്? മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല. മൂന്നെണ്ണം ഒന്നിച്ചു പറഞ്ഞു. ഒന്ന്, മൻ റളിയ ബില്ലാഹി റബ്ബ, തന്റെ രക്ഷകനായിട്ട്, തന്റെ പരിപാലകനായിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുക. തന്റെ എല്ലാ കാര്യവും അവന്റെ കൈകളിലാണ്. അവന്റെ കൈകളിൽ സുരക്ഷിതനാണ് ഞാൻ. നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ നോക്ക്. അള്ളാഹുവിനെ റബ്ബായി കാണണമെന്നാണ്.
റബ്ബായി കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ സുരക്ഷിതനാണ് അവന്റെ കരങ്ങളിൽ. അള്ളാഹുവിന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്, എനിക്കതിൽ ധൈര്യമുണ്ട്. എന്റെ റബ്ബാണ് അവൻ, പരിപാലിക്കുന്നവനവനാണ്, എന്നെ സംരക്ഷിക്കുന്നവനവൻ എന്ന് തർക്കബുദ്ധിയിൽ സമ്മതിച്ചാൽ പോരാ. റിള വേണം, റളിയ, സംതൃപ്തി വേണം. അങ്ങനെ പറയുന്നതിൽ ഒരു വല്ലാത്ത മനസ്സംതൃപ്തി. അങ്ങനെയുള്ള മനുഷ്യൻ ഈമാന്റെ മാധുര്യം അനുഭവിക്കുന്നുണ്ട്. വബിൽ ഇസ്ലാമി ദീന, രണ്ടാമത് പറഞ്ഞത് ഇസ്ലാമിനെ ദീനായിട്ട് അംഗീകരിക്കണം, അല്ല ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടണം. അംഗീകരിക്കുന്നുണ്ട് നമ്മളൊക്കെ, പക്ഷെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഇസ്ലാമിക നിയമങ്ങൾ, ചിട്ടകൾ ഒക്കെ കടന്നു വരുമ്പോൾ ഒരു പ്രയാസവും ഇല്ലാതെ അതിൽ സംതൃപ്തിയോടുകൂടി ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് ഈമാന്റെ മാധുര്യം ലഭിക്കും. മൂന്നാമത് പറഞ്ഞു വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു എനിക്ക് മാർഗദർശനം നൽകാൻ നിയോഗിച്ച റസൂലാണ് എന്ന് തൃപ്തിപ്പെടുക. മുഹമ്മദ് നബി നബിയാണെന്ന് പറഞ്ഞാൽ പോരാ, അത് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെയാണ് ഞാൻ മാതൃകയാക്കുന്നത്. എന്റെ ഇരുത്തവും നടത്തവും കിടത്തവും എല്ലാ കാര്യങ്ങളും എന്റെ ജീവിതമാസകലം ഇടപെടുന്ന റസൂലിന്റെ മാതൃകകളാണ്, അതനുസരിച്ചാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഒരു അപകർഷതയില്ല, വലിയ സംതൃപ്തി നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ഈമാന്റെ മാധുര്യം അനുഭവിക്കുന്നെന്ന്. നാലാമതൊരു കാര്യം ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത്. ആ ഭാഗം നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി ഇസ്ലാമിന്റെ ഹിദായത്തിലേക്ക് വന്നതിന് ശേഷം ആ നരകത്തിലേക്ക് തന്നെ തിരിച്ചു പോകുമോ എന്ന ഭയാശങ്ക തീയിലിടുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ അയാൾ ഈമാന്റെ മാധുര്യം അനുഭവിക്കുന്നു. ശരിക്കും നമ്മൾ പരിശോധിക്കേണ്ട ഭാഗം അതാണ്. നമ്മൾ ഹിദായത്തിലാണ് ഇപ്പോൾ. അള്ളാഹു നമ്മൾക്ക് അവന്റെ ഔദാര്യം കനിഞ്ഞ് ഏകിയിട്ടുണ്ട്, എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ആ ഹിദായത്ത് നഷ്ടപ്പെടുമോ എന്ന ഭയാശങ്ക, അതെങ്ങനെയാണ്? തീയിൽ പിടിച്ചിടുമ്പോൾ പേടിയുണ്ടല്ലോ, അതേപോലെ ഒരു ഭയം അയാൾക്ക് ഈമാൻ നഷ്ടപ്പെടുമോ എന്ന ഭയാശങ്ക അയാളുടെ മനസ്സിലുണ്ടോ, അയാൾ ഈമാന്റെ മാധുര്യം അനുഭവിക്കുന്നു എന്നാണ് റസൂൽ പറഞ്ഞത്. ഇവിടെ ഈ ഹിദായത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊക്കെ ഹിദായത്ത് കിട്ടിയവരാണ്. ആ ഹിദായത്തിന് അള്ളാഹുവിന് നന്ദി കാണിക്കണം. അവൻ പറഞ്ഞ വാക്യങ്ങളും കാര്യങ്ങളും നമ്മൾ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. ആ ഹിദായത്തിന്റെ മഹത്വം മനസ്സിലാക്കി അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കാൻ, അത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സർവശക്തൻ നമ്മളെയൊക്കെ അതിനുവേണ്ടി തുണക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടത്തിൽ റസൂലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ, ഒരു സഹാബി, ഹൻളല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു ദിവസം തൻ്റെ വീട്ടിൽ നിന്ന് വളരെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഓടി വരുന്നുണ്ട്. അദ്ദേഹം ആ സമയത്ത് ഇങ്ങനെ പിച്ചും പേയും പറയുന്നത് പോലെ പറയുന്നത്, നാഫഖ ഹൻളല, നാഫഖ ഹൻളല, നാഫഖ ഹൻളല. ഹൻളല മുനാഫിക്കായി പോയല്ലോ, ഹൻളല മുനാഫിക്കായി പോയല്ലോ, ഹൻളല മുനാഫിക്കായി പോയല്ലോ. ഹൻളല അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന് അങ്ങനെ തോന്നുകയാണ്, തനിക്ക് നിഫാക്ക് വന്നോ, കാപട്യം വന്നു പോയോ എന്ന് ഭയന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സ്വസ്ഥതയില്ലാതെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഓടുകയാണ്. ഹൻളല മുനാഫിക്കായി പോയോ, അത്ര വേജാറിന്റെ അദ്ദേഹത്തിന് ഹിദായത്ത് നഷ്ടപ്പെടുന്നതിൽ. അങ്ങനെ ഇറങ്ങിയ പാടൻ അബൂബക്കർ റളിയല്ലാഹുവിനെയാണ് കണ്ടത്. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, എന്താ അബൂബക്കർ, എന്താണ് പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, ഞാൻ മുനാഫിക്കായോ എന്നുള്ള പേടി എനിക്കുണ്ട്, നിഫാഖ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ള പേടിയുണ്ടെന്നാ. അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹത്തെയും കൂട്ടി റസൂലിന്റെ അടുക്കലേക്ക് പോയി. റസൂലിനോട് പറഞ്ഞു, നബിയെ, ഹൻളല മുനാഫിക്കായി പോയല്ലോ. വളരെ സങ്കടത്തിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ റസൂൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹിന്റെ അദ്ദേഹം പറഞ്ഞു, നബിയെ,
അങ്ങ് ക്ലാസ് എടുക്കുമ്പോൾ, കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ, അങ്ങയുടെ മുമ്പിലിരുന്ന് അത് കേൾക്കുമ്പോൾ സ്വർഗവും നരകവും ഒക്കെ മുന്നിൽ കാണുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. മുന്നിൽ കാണുന്നത് പോലെ അത്ര ഈമാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഞങ്ങൾക്ക്. പക്ഷെ ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് താങ്കളുടെ ഉപദേശമൊക്കെ കേട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ, മക്കൾ, കുടുംബം, അതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മുഴുകുമ്പോൾ ആ അവസ്ഥയിൽ നിന്ന് കുറച്ച് മാറിപ്പോണ്ടല്ലോ. ഇത് നിഫാഖല്ലേ നബി എന്ന ചോദ്യം. റസൂൽ പറഞ്ഞു, ഹൻളല സാഅത്തുൻ ഫസാഅ, ഓരോന്നിനും ഓരോ സമയമുണ്ട്. എൻ്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭൂതി ഉണ്ടല്ലോ, ഈമാന്റെ അനുഭൂതി, അത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കിട്ടില്ല. വീട്ടിലും മറ്റു കുടുംബകാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. പക്ഷെ വീണ്ടും നിങ്ങൾ തിരിച്ചു വരണം. അത് കാപട്യമല്ല, അതങ്ങനെ സംഭവിക്കും. മനുഷ്യനത്രേ സാധിക്കൂ. ഇത് റസൂൽ പറയുന്നത് എൻ്റെ സദസ്സിലിരിക്കുന്നത് പോലെ ആ ഈമാന്റെ വികാരത്തോടു കൂടി, അനുഭൂതിയോടു കൂടിയാണ് നിങ്ങൾ ഉടനീളം നടക്കുന്നത് എങ്കിൽ നിങ്ങൾ നടന്നു പോകുന്ന വഴികളിലൊക്കെ നിങ്ങളെ ഹസ്തദാനം ചെയ്ത് മലക്കുകളായിരിക്കും. ആ നിലവാരത്തിലേക്ക് നിങ്ങൾ പോയി പോകുന്ന, അങ്ങനെ കഴിയില്ല മനുഷ്യന്. പക്ഷെ ഈ ഒരു അവസ്ഥ വേണം. പുറത്ത് മറ്റ് ഭൗതിക ഇടപാടുകളൊക്കെ പോകുമ്പോൾ വ്യത്യാസം വരും, പക്ഷെ തിരിച്ചു വരണം നമ്മൾ. പക്ഷെ ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഹൻളലക്കുണ്ടായ, ആ സഹാബിക്കുണ്ടായ ആശങ്കയുണ്ടല്ലോ, മുനാഫിക്കായി പോയോ എന്നൊരു ഭയം. ആ ഭയം നമ്മൾക്ക് എപ്പോഴെങ്കിലും വരുന്നുണ്ടോ നോക്കൂ നിങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ദീൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ഹിദായത്തെങ്ങാനും ചോർന്നു പോകുന്നുണ്ടോ? ഇത് തിരിച്ചു കിട്ടാതെ പോവുമോ എന്നൊരു ഭയാശങ്ക നമ്മുടെ മനസ്സിലെപ്പോഴും വരുന്നുണ്ടോ നോക്കൂ നിങ്ങൾ. അത് ഈമാന്റെ ലക്ഷണമാണ്. അതുണ്ടാകുന്നതാണ് ഈമാൻ. ആ ഈമാനാണ് നമ്മൾക്ക് നിലനിർത്തി കൊണ്ടുപോകേണ്ടത്. അത് നഷ്ടപ്പെട്ടുകൂടാ. ഏത് സാഹചര്യത്തിലും ആ ഈമാൻ വേണം. ആ ഈമാൻ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമ്മളെ പ്രാപ്തനാക്കും. ഏത് വഴിയിലും എന്തിനേയും തരണം ചെയ്യാൻ നമ്മളെ പ്രാപ്തനാക്കും ആ ഈമാൻ. നോക്കൂ, ഗസയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സംഗതി നോക്കൂ നിങ്ങൾ. ഇന്നലെയും മിഞ്ഞാന്നും കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമ്മൾ വായിക്കുകയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. നോക്കൂ, എത്ര ബോംബ് വർഷിക്കുന്നു അവരുടെ നേരെ. ആ വീഡിയോ ചിത്രങ്ങളൊക്കെ ശരിയാണെങ്കിൽ എന്താ നമ്മൾക്ക് കാണിച്ചു തരുന്നത്? ചിരിച്ചുകൊണ്ട് അവരതൊക്കെ ഏറ്റുവാങ്ങും. നോക്കൂ, ആ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്, വർഷങ്ങളായിട്ട് ജനിക്കുന്നത് ബോംബ് വർഷിക്കുന്ന ഇടങ്ങളിലാണ്. അവർ വളരുന്നത് അത് തൊട്ട് കളിച്ചുകൊണ്ടാണ്. അവർക്കൊരു പ്രയാസവും അനുഭവപ്പെടുന്നില്ല. അവർ ഇസ്രായേലിനെതിരിൽ, അതിന്റെ മർദ്ദനങ്ങൾക്കെതിരിൽ പ്രതിഷേധിക്കുന്നു. അതിനിടയ്ക്ക് ബോംബ് വർഷിക്കുമ്പോൾ ഒരു പ്രയാസവും അനുഭവിക്കാതെ ഏറ്റുവാങ്ങുന്നു. കൈ മുറിഞ്ഞവർ, കാല് മുറിഞ്ഞവർ, അവയവങ്ങൾ നഷ്ടപ്പെട്ടവർ, അങ്ങനെ അങ്ങനെ നിൽക്കുന്നു. എന്താ പ്രശ്നം? ഈമാൻ ശക്തമാണ്. ഈമാൻ ശക്തമാണ്. അതവർക്ക് ശീലമായി പോയി. ഒരു പ്രശ്നമില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കും ജീവിതത്തിൽ, ഞങ്ങളത് നേരിടാൻ തയ്യാറാണ്. ഇത് ദീനാണ്, മതമാണ്. അപ്പോഴും അവർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു, അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തോടെ അവർക്കെല്ലാം നിസ്സാരമായി തോന്നുന്നു. ഇതാണ് ഈമാൻ. ഈ ഈമാൻ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് ആ ഈമാനാണ്. ആ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് പരിശോധിക്കുക. ഹൻളല ആശങ്കിച്ചതുപോലെ മുനാഫിക്കായി പോകുന്നുണ്ടോ, ഈമാന് ചോർച്ച സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അങ്ങനെ ഈമാൻ കൂടുതൽ ശക്തമാക്കാനും കൂടുതൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അത് വർദ്ധിപ്പിക്കാനും അതിൻ്റെ തനിമയും പൊലിമയും വെണ്മയും ഒക്കെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു ശരിക്കും ഹിദായത്ത് കിട്ടിയ, നല്ല ഈമാനുള്ള, ശരിയായ ഈമാനുള്ള നല്ല മുഅ്മിനുകളായി ജീവിച്ചു മരിക്കാൻ നമ്മൾക്ക് ഏവർക്കും തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഈമാൻ നഷ്ടപ്പെടാൻ ഇടയാക്കുന്ന പല സംഗതികളും അതിനെ മാറ്റു കുറക്കാൻ
ഇടയാക്കുന്ന പല കാര്യങ്ങളൊക്കെ കടന്നു വരാറുണ്ട്. ചിലതിലൊക്കെ നമ്മൾ ചെന്ന് ചാടുകയും പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മനുഷ്യരാണ് നമ്മളൊക്കെ. അള്ളാഹു അതൊക്കെ മാപ്പാക്കി തരികയും ഞങ്ങൾക്ക് ഈമാന്റെ ചൈതന്യം, അതിന്റെ പ്രകാശം നിലനിർത്തി ജീവിക്കാനും മരിക്കാനും ഒക്കെ നീ തൗഫീക്ക് ചെയ്യണേ നാഥ. ഞങ്ങളുടെ സഹോദരങ്ങൾ, നിനക്കറിയാം, ഗസയിലുള്ള ഞങ്ങളുടെ സഹോദരന്മാർ അതിക്രൂരരായ ഇസ്രായേലിന്റെ മർദ്ദനങ്ങൾക്ക് നിത്യേന ഇരയായിക്കൊണ്ടിരിക്കുകയാണ് നാഥ. ഞങ്ങൾക്ക് നിന്നോട് പ്രാർത്ഥിക്കാനും തേങ്ങി കരഞ്ഞ് പറയാനുമല്ലാതെ ഒരു നിർവാഹമില്ല. അള്ളാഹുവേ, അവരുടെ മനസ്സിന് ഈമാന്റെ ശക്തി പകർന്ന് നീ അവരെ സഹായിക്കണേ നാഥ. അവരെ പ്രതിസന്ധികളിൽ അവർക്ക് ക്ഷമ നൽകി സഹായിക്കണേ നാഥ.